ശ്രീഗുരുഭ്യോ നമഃ. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതം വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാः സ്ഥിരൈരംഗൈः തുഷ്ടുവാംസതനൂഭിः വ്യശേമദേവഹിതം യദായു ഭദ്രം നോ അഭിവാതയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. മുണ്ടക ഉപനിഷത്തിലെ രണ്ടാം മുണ്ടകത്തിലെ രണ്ടാം കാണ്ഡത്തിലെ 10ാമത്തെ മന്ത്രം. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോ യമഗ്നി തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസാ വിശ്വമിദം വിഭാതി. തത്ര അതിൽ അവനവൻ്റെ ആത്മാവായിരിക്കുന്ന ബ്രഹ്മത്തിൽ സൂര്യൻ ന ഭാതി പ്രകാശിക്കുന്നില്ല. ചന്ദ്രതാരകം ചന്ദ്രനും നക്ഷത്രങ്ങളും ന ഭാതി പ്രകാശിക്കുന്നില്ല. ഇമാ വിദ്യുത ഈ വിദ്യുത്തുക്കളും വിദ്യുത്തുക്കൾ എന്ന് പറഞ്ഞാൽ മിന്നലുകൾ ന ഭാന്തി പ്രകാശിക്കുന്നില്ല. അയം അഗ്നി ഈ അഗ്നി നാം കാണുന്ന അഗ്നി തീ കുത എവിടെ സർവം എല്ലാം ഭാനം ചെയ്യുന്ന പ്രകാശിക്കുന്ന തം ഏവ അവനെ തന്നെ ആ പരമേശ്വരനെ തന്നെ അനുഭാതി അനുസരിച്ച് പ്രകാശിക്കുന്നു. ഇതം സർവം ഇതെല്ലാം സൂര്യാദിയായ ഈ ജഗത്തെല്ലാം തസ്യ അവൻ്റെ ഭാസകൊണ്ട് ദീപ്തി കൊണ്ട് വിഭാതി വിശേഷിച്ച് ഭാസിക്കുന്നു വിശേഷിച്ച് പ്രകാശിക്കുന്നു എന്നർത്ഥം. അത് ജ്യോതിസ്സുകൾക്കും ജ്യോതിസ്സാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. സൂര്യൻ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നവനാണെങ്കിലും അവനവൻ്റെ ആത്മാവായ ഈ ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുന്നില്ല. സൂര്യനും ആ ബ്രഹ്മത്തിൻ്റെ പ്രകാശം കൊണ്ട് തന്നെയാണ് ആത്മാവല്ലാത്ത സർവത്തെയും പ്രകാശിപ്പിക്കുന്നത്. അല്ലാതെ സൂര്യന് സ്വതേ പ്രകാശിപ്പിക്കുന്നതിനുള്ള അവന് മറ്റുള്ള കാര്യങ്ങൾക്ക് ആത്മാവല്ലാത്ത കാര്യങ്ങൾക്ക് സ്വയം പ്രകാശിപ്പിക്കുന്നതിനുള്ള സാമർഥ്യം ഇല്ലെന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ മിന്നലുകളും അത് ജ്യോതിസ് പുല്ലിംഗങ്ങളാണ്. ആ ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുന്നില്ല. പിന്നെ നാം കാണുന്ന അഗ്നി എവിടെയാണ് പ്രകാശിക്കുന്നത്? എന്തിന് അധികം പറയുന്നു? സ്വതവേ പ്രകാശരൂപമായതുകൊണ്ട് അത് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ജ്യോതിയെ പരമേശ്വരനെ അനുസരിച്ചാണ് ഈ ലോകം മുഴുവൻ പ്രകാശിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. സ്വതവേ ദഹിക്കുന്ന അഗ്നിയെ അനുസരിച്ചാണല്ലോ കൊള്ളി ജലം എല്ലാമേ ദഹിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. അവൻ്റെ മനസ്സുകൊണ്ട് തന്നെയാണ് സൂര്യാദിയായി ഈ ജഗത്ത് ഭാസിക്കുന്നത്, തിളങ്ങുന്നത്. ഇപ്രകാരം ആ ബ്രഹ്മം തന്നെയാണ് തനിയെ വിളങ്ങുകയും കാര്യങ്ങളായ സൂര്യാദികളിലുള്ള പലമാതിരി പ്രകാശം കൊണ്ടും മറ്റുള്ളവയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് ബ്രഹ്മം സ്വതേ തന്നെ പ്രകാശസ്വരൂപമാണെന്ന് എല്ലാവർക്കും അറിയാം. തനിക്ക് തന്നെ സ്വതേ ഭാസനമില്ലെങ്കിൽ ഒരു വസ്തുവിന് മറ്റൊന്നിനെ പ്രകാശിപ്പിക്കുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ ഘടം മുതലായവ മറ്റുള്ളവയെ പ്രകാശിപ്പിക്കുന്നതായി കാണുന്നില്ല. പ്രകാശസ്വരൂപങ്ങളായ ആദിത്യാദികൾ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ ബ്രഹ്മത്തിൻ്റെ ആജ്ഞ മൂലമാണ് എന്നാണ് പറയുന്നത്. അത് ആ ജ്യോതിസ്വരൂപമായിരിക്കുന്ന സ്വതവേ പ്രകാശിപ്പിക്കുന്ന ജ്യോതിസ്സായിരിക്കുന്ന ആ ആത്മാവ് ബ്രഹ്മം, ആ പരബ്രഹ്മത്തിൻ്റെ പ്രകാശം കൊണ്ടാണ്, ജ്യോതിസ് കൊണ്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നത്. ആത്മാവല്ലാത്ത സർവത്തെയും പ്രകാശിപ്പിക്കുന്നതും ആ ബ്രഹ്മം തന്നെയാണ്.
സ്വതവേ പ്രകാശിക്കുന്നതിനുള്ള സാമർഥ്യമില്ല മറ്റൊന്നിനും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ആത്മാവിൻ്റെ പ്രകാശം ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നിനും പ്രകാശിക്കാൻ സ്വയം നന്നാവാൻ കഴിയുകയില്ല. പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഐശ്വര്യം കൂട്ടുക എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രകാശിക്കണം എന്നുണ്ടെങ്കിൽ ആ പരബ്രഹ്മത്തിൻ്റെ സ്വാധീനമുണ്ടാവണം, അനുഗ്രഹമുണ്ടാവണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മിന്നലുകളും എല്ലാം പ്രകാശിക്കുന്നത് ആ ബ്രഹ്മത്തിനനുസരിച്ചാണ്, ബ്രഹ്മത്തിൻ്റെ സഹായം കൊണ്ടാണ് എന്നുള്ള കാര്യം. അപ്പോൾ അഗ്നി പ്രകാശിക്കുന്നത് എങ്ങനെ എന്നുള്ള കാര്യം ഇവിടെ പറയുന്നത്. അവിടെ നമ്മൾ അഗ്നി ജ്വലിപ്പിക്കുമ്പോൾ അപ്പോൾ അഗ്നിക്ക് പ്രകാശിപ്പിക്കാനും ആ ബ്രഹ്മത്തിൻ്റെ സഹായം വേണം. സ്വതവേ എല്ലാത്തിനെയും ദഹിപ്പിക്കുന്ന അഗ്നിയെ നമ്മൾ ദഹിപ്പിക്കാനുള്ള അതിൻ്റെ ക്ഷമത എന്താണോ, അതിൻ്റെ ശക്തി എന്താണോ, ആ ശക്തിയെല്ലാം കിട്ടുന്നത് ഈ ബ്രഹ്മത്തിലൂടെയാണെന്ന് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മം തനിയെ വിളങ്ങുന്നു, മറ്റുള്ളവരെ വിളക്കുകയും ചെയ്യുന്നു, പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പല കാര്യങ്ങളും, തിളങ്ങുന്ന പല കാര്യങ്ങളും, ജ്യോതിസ്വരൂപമായിരിക്കുന്ന പല കാര്യങ്ങളെയും അതിന് ജ്യോതിസ് കൊടുക്കുന്നത്, പ്രകാശിപ്പിക്കുന്നത് ഈ ബ്രഹ്മമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിനാൽ എല്ലാ ജ്യോതിസിൻ്റെയും എല്ലാ പ്രകാശപുഞ്ചങ്ങളുടെയും ആധാരം, അടിസ്ഥാനം എന്താണ്? ഈ പരബ്രഹ്മമാണ്, ജ്യോതിസ്വരൂപമായിരിക്കുന്ന ബ്രഹ്മമാണ് എന്നാണ് ഇവിടെ പറയുന്നത്.